സെപ്റ്റംബർ 16 വിശുദ്ധ കൊർണേലിയൂസ് മാർപ്പാപ്പയും കാർത്തേജിലെ വിശുദ്ധ സിപ്രിയനും രക്തസാക്ഷികൾ. കൊർണേലിയൂസ് മാർപ്പാപ്പ 250 ജനുവരി 20 വിശുദ്ധ ഫേബിയൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം 14 മാസത്തേക്ക് മാർപ്പാപ്പ സ്ഥാനം ഒഴിഞ്ഞുകിടന്നു. അന്നത്തെ ചക്രവർത്തി ഡേഷ്യസിൻ്റെ ഭീകരമായ മതപീഡന നിമിത്തമായിരുന്നു ഇങ്ങനെ സംഭവിച്ചത്. ഒരു റോമൻ വൈദികനായിരുന്ന കൊർണേലിയൂസിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹത്തിൻ്റെ സമകാലികനായ വിശുദ്ധ സിപ്രിയൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അക്കാലത്ത് ഒരു വലിയ തർക്കമുണ്ടായി. വിഗ്രഹങ്ങളെ ധൂപിച്ചവരായാലും വിഗ്രഹങ്ങളെ ധൂപിച്ചുവെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയവരായാലും അവരെ സഭയിലേക്ക് തിരിച്ചെടുത്തുകൂടെന്ന് നൊവേഷ്യൻ വാദിച്ചു. ഈ ആഫ്രിക്കൻ താമസിയാതെ ഒരു എതിർപ്പാപ്പയായി പ്രത്യക്ഷപ്പെട്ടു. അനുതപിക്കുന്ന മതത്യാഗികൾക്ക് ഉചിതമായ പ്രായശ്ചിത്തത്തിന് ശേഷം തിരുസഭയിലേക്കും കൂദാശ സ്വീകരണത്തിലേക്കും പ്രവേശനം നൽകുന്നതിന് തിരുസഭയ്ക്ക് അധികാരമുണ്ടെന്ന് കൊർണേലിയൂസ് മാർപ്പാപ്പ പഠിപ്പിച്ചു. കൊർണേലിയൂസ് മാർപ്പാപ്പ റോമിൽ 60 മെത്രാന്മാരെ വിളിച്ചു വരുത്തി ഒരു സൂനുഹദോസ് നടത്തി. നൊവേഷ്യനും സന്നിഹിതനായിരുന്നു. സൂനുഹദോസ് അദ്ദേഹത്തെ മഹറോൻ ചൊല്ലി. എങ്കിലും നൊവേഷ്യൻ അനുദപിച്ചില്ല. സിപ്രിയൻ കൊർണേലിയൂസ് മാർപ്പാപ്പയുടെ കൃത്യബോധത്തെയും കാരുണ്യത്തെയും വാനോളം പുകഴ്ത്തി. ഡേഷ്യസ് 251 മരിച്ചു. അദ്ദേഹത്തിൻ്റെ സൈന്യാധിപൻ ഗാലൂസ് ചക്രവർത്തിയായി. ഉടനെ ഒരു വസന്ത പടർന്നു പിടിച്ചതിനാൽ ക്രിസ്ത്യാനികളെ ബലി ചെയ്ത് ദേവന്മാരെ പ്രസാദിപ്പിക്കണമെന്ന് ഗാലൂസ് നിശ്ചയിച്ചു. കൊർണേലിയൂസ് മാർപ്പാപ്പയ്ക്ക് തന്നെ ആദ്യത്തെ രക്തസാക്ഷിത്വ മകുടം സിദ്ധിച്ചു. കാർത്തേജിലെ വിശുദ്ധ സിപ്രിയൻ രക്തസാക്ഷി, സഭാപിതാവ്. 190 മുതൽ 258 വരെ കാലഘട്ടം. കാർത്തേജിലെ ഒരു പ്രധാന സെനറ്ററുടെ മകനാണ് താഷിയൂസ് സിപ്രിയൻ. തത്വശാസ്ത്രത്തിലും കലകളിലും അദ്ദേഹം അതിനിപുണനായിരുന്നു. തന്നിമിത്തം അദ്ദേഹം കാർത്തേജിൽ കാവ്യമീമാംസയുടെ പബ്ലിക് പ്രൊഫസറായി. സെസിലിയൂസ് എന്ന പുണ്യശ്ലോകനായ ഒരു വൈദികൻ സിപ്രിയനെ ക്രിസ്തുമത തത്വങ്ങൾ പഠിപ്പിച്ചു. ക്രിസ്തുമത തത്വങ്ങൾ ആകർഷകമായി തോന്നിയെങ്കിലും ജഡിക തത്വങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ ആകർഷകമായിരുന്നു. ഡൊണാറ്റസിന് എഴുതിയ ഗ്രന്ഥത്തിൽ താൻ അന്ധകാരത്തിൽ ഉഴലുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 56-ാമത്തെ വയസ്സിൽ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു. ജ്ഞാനസ്നാനജലം മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് ആദ്യം മനസ്സിലായില്ല. ജ്ഞാനസ്നാനം കഴിഞ്ഞപ്പോൾ അത് വിശദമായെന്ന് അദ്ദേഹം പറയുന്നു. 58-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ കാർത്തേജിലെ മെത്രാനായി തിരഞ്ഞെടുത്തു. മതത്യാഗികൾക്കും വ്യഭിചാരികൾക്കും കൊലപാതകികൾക്കും അനുതപിച്ചാൽ പാപമോചനം നൽകാമെന്നുള്ള കൊർണേലിയൂസ് മാർപ്പാപ്പയുടെ അഭിപ്രായം സിപ്രിയൻ പിന്താങ്ങി. ഡേഷ്യസിൻ്റെ മതപീഡനം ആരംഭിച്ചപ്പോൾ ക്രിസ്ത്യാനികളെ ധൈര്യപ്പെടുത്താൻ സിപ്രിയൻ രൂപത വിട്ടിറങ്ങി. കാർത്തേജിൽ വസന്ത വന്നപ്പോൾ അദ്ദേഹം നഗരത്തിലെത്തി. ഉടനെ അദ്ദേഹം നാട് കടത്തപ്പെട്ടു. തിരികെ വിളിച്ചപ്പോൾ ശത്രുക്കൾ അലറി, സിപ്രിയനെ സിംഹത്തിന് കൊടുക്കുക, സിപ്രിയനെ വന്യമൃഗങ്ങൾക്ക് നൽകുക. വലേരിയൻ ചക്രവർത്തിയുടെ കാലത്ത് 258 സെപ്റ്റംബർ 16 സിപ്രിയൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. വചനം 1 തെസ്സലോനിക്ക 5-ാം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. വിചിന്തനം. തിരുസഭ നിനക്ക് മാതാവല്ലെങ്കിൽ ദൈവം നിനക്ക് പിതാവായിരിക്കുകയില്ല. നാം ക്രിസ്തുവിൻ്റെ അവകാശികളാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ നമുക്ക് ജീവിക്കാം. വിശുദ്ധ സിപ്രിയൻ്റെ വാക്കുകൾ.